ആരാണ് ചാത്തൻ? ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരേ സമയം ഭയവും ഭക്തിയും ജിജ്ഞാസയും കലർന്ന അനേകം കഥകൾ തെളിഞ്ഞു വരുന്നുണ്ടാവും. മായകൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്നവൻ, ഭക്തരുടെ ആപത്തുകളിൽ തുണയാകുന്നവൻ, അല്ലേ? കേരളത്തിലെ ഹൈന്ദവ മലബാര വിശ്വാസങ്ങളിലെ കരുത്തുറ്റ സാന്നിധ്യമായ വിഷ്ണുമായ സ്വാമിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പൊന്നുണ്ണി വിഷ്ണുമായ എന്നും ചാത്തൻ സ്വാമി എന്നും അറിയപ്പെടുന്ന ഈ ദേവന്റെ ഉൽപ്പത്തിയും പോരാട്ട വീര്യം നിറഞ്ഞ കഥകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കേരളത്തിലെ ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ ആഴത്തിലുള്ള അടയാളമാണ് വിഷ്ണുമായ. പോത്തിന്റെ പുറത്ത് കൈകളിൽ ഒരു കുറുവടിയുമായി ഇരിക്കുന്ന സ്വാമിയെ ബാലരൂപത്തിലാണ് ആരാധിക്കുന്നത്. മായ കാഴ്ചകൾ കാട്ടുന്നവനെങ്കിലും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന ദേവനായാണ് വിശ്വാസികൾ വിഷ്ണുമായെ കാണുന്നത്. കടുത്ത ശനിദോഷങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഇന്നും ഭക്തർ വിഷ്ണുമായ സ്വാമിയുടെ നടയിലെത്തുന്നു. വിഷ്ണുമായുടെ ജനനത്തിന് പിന്നിൽ വലിയൊരു പുരാണ കഥയുണ്ട്. ഒരിക്കൽ വേട്ടയ്ക്ക് പോയ പരമശിവൻ വനത്തിൽ വെച്ച് കൂളിവാക എന്ന ചണ്ടാള സുന്ദരിയെ കാണാനിടയായി. അവളുടെ സൗന്ദര്യത്തിൽ മോഹിച്ച് ശിവൻ അടുത്തേക്ക് ചെന്നപ്പോൾ ഭയന്ന കൂളിവാക പാർവതീദേവിയെ പ്രാർത്ഥിച്ചു. മുൻ ജന്മത്തിൽ ഗണേശനെ മുലയൂട്ടുന്നതിന് ശപിക്കപ്പെട്ടവളായിരുന്നു കൂളിവാക. ആ ശാപം തീരാൻ ഈ ജന്മത്തിൽ ശിവപുത്രനെ വളർത്താൻ നിനക്ക് യോഗമുണ്ടെന്ന് ദേവി അരുൾ ചെയ്തു. തുടർന്ന് പാർവതീദേവി തന്നെ കൂളിവാകയുടെ വേഷത്തിൽ ശിവന്റെ മുന്നിലെത്തി. ആ ബന്ധത്തിൽ നിന്നുണ്ടായ മകനാണ് വിഷ്ണുമായ സ്വാമി. എങ്ങനെയാണ് ഈ ദേവന് വിഷ്ണുമായ എന്ന പേര് ലഭിച്ചത്? തന്റെ 7-ാം വയസ്സിൽ നാരദമുനിയിൽ നിന്നാണ് ചാത്തൻ തന്റെ മാതാപിതാക്കളെ കുറിച്ച് അറിയുന്നത്. ഉടൻ തന്നെ കൈലാസത്തിലേക്ക് തിരിച്ചു. എന്നാൽ കവാടത്തിൽ നന്ദികേശൻ തടഞ്ഞു. മായയിൽ അഗ്രഗണ്യനായ ചാത്തൻ ഉടൻ തന്നെ മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ച് അകത്തേക്കും കടന്നു. തന്റെ മകന്റെ ലീലകളിൽ സന്തോഷിച്ച ഭഗവാൻ ശിവൻ അവനെ വിഷ്ണുമായ എന്ന് നാമകരണം ചെയ്തു. ചാത്തന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധം മൃഗാസുരനും ജലന്ധനുമായിട്ടുള്ളതായിരുന്നു. വളർത്തമ്മയായ കൂളിവാകയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച മൃഗാസുരനെ ചാത്തൻ തന്റെ പടയുമായി നേരിട്ടു. യുദ്ധത്തിൽ ചാത്തന്റെ വിരലിൽ നിന്ന് വീണ രക്തത്തുള്ളികളിൽ നിന്നാണ് മറ്റ് 400 കുട്ടിച്ചാത്തന്മാർ ജനിച്ചത്. അതുപോലെ തന്നെ ലോകത്തെ വിറപ്പിച്ച ജലന്ധരനെ വധിക്കാൻ വിഷ്ണുമായ സുദർശന ചക്രത്തിന്റെ രൂപം സ്വീകരിച്ചു. കടലിൽ ഒളിച്ച അസുരനെ കടൽ വെള്ളം തിളപ്പിച്ച് പുറത്തു ചാടിച്ചാണ് സ്വാമി വധിച്ചത്. ഈ വിജയത്തിന് ശേഷം ദേവന്മാർ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഗോത്ര ജനതയ്ക്കൊപ്പം ഭൂമിയിൽ വസിക്കാനാണ് വിഷ്ണുമായ താല്പര്യപ്പെട്ടത്. ഇന്നും ആവണങ്ങാട്ട് കളരിയും പുഞ്ചനെല്ലൂർ ഇല്ലവും ഒക്കെ വിഷ്ണുമായ വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ്. വടക്കൻ കേരളത്തിൽ തെയ്യം കെട്ടിയാടിയും തെക്കൻ കേരളത്തിൽ മന്ത്രവാദ കർമ്മങ്ങളിലൂടെയും ഈ ദേവചൈതന്യത്തെ ജനങ്ങൾ ആരാധിക്കുന്നു. കരിങ്കുട്ടി, പറക്കുട്ടി, വാണിപച്ചാത്ത് തുടങ്ങി അനേകം സഹോദര ചാത്തന്മാരും സ്വാമിയുടെ കൂട്ടായുണ്ട്. ശക്തിയുടെയും മായയുടെയും ഈ അപൂർവ സംഗമമായ വിഷ്ണുമായ സ്വാമിയെ കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.